ലോകകപ്പിന് പന്തുരുളാം ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? കട്ടൗട്ടുകളും ഫ്ലെക്സുകളും ഒക്കെ ഉയർത്തിക്കൊണ്ട് ആരാധകർ ആഘോഷത്തിലാണ്. വിളംബര റാലികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ ഹരിപ്പാട് ഒരു ഫുട്ബോൾ റാലി നടത്തി. പക്ഷേ പോലീസ് ആ റാലിയെ തടയുന്ന സാഹചര്യമുണ്ടായി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ റാലിയാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്. എന്താണ് കാരണമെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഫുട്ബോൾ ലോകകപ്പ് വരുമ്പോൾ ഒരു വിളംബര റാലി പോലും സംഘടിപ്പിക്കാൻ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമില്ലേ? ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ഉത്തരം ഷാജഹാൻ പറയും. ഷാജി, ഗുഡ് മോർണിംഗ്. എന്താണ് ഷാജി സംഭവിച്ചത്? ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഡിവൈഎഫ്ഐ ഒരു ഫുട്ബോൾ വിളംബര റാലി നടത്തുന്നു. ലോകകപ്പൊക്കെ അല്ലേ, സ്വാഭാവികമാണല്ലോ, അത് നടത്തുമല്ലോ ആരാധകർ. അതിനെന്താണ് പോലീസിന്റെ പ്രശ്നം? എന്തെങ്കിലും ക്രമസമാധാന വിഷയം അവിടെ ഉണ്ടായിരുന്നോ ഷാജി, ഈ റാലി തടയാൻ മാത്രം? മനു, നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പരിശോധിച്ചാൽ വ്യക്തമാവും. കാര്യം നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിൽ പൊതുവെ എല്ലാ മേഖലകളിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഇത്തരത്തിലുള്ള റാലികൾ നടന്നിരുന്നു. വേൾഡ് കപ്പാണ് വരുന്നത്. നമുക്കറിയാം, വേൾഡ് കപ്പിന് ഒരു ആവേശം, നമ്മുടെ നാട്ടിൽ ഫുട്ബോളിന് ഭയങ്കര ആവേശം വടക്കൻ ജില്ലകളിലാണെങ്കിലും തെക്കൻ ജില്ലകൾ ഒട്ടും മോശമല്ല. പക്ഷേ അങ്ങനെ ഒരു ആവേശകരമായിട്ടുള്ള അതേ ജേഴ്സിയൊക്കെ ധരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെയും അതോടൊപ്പം തന്നെ നാട്ടുകാരും, ഡിവൈഎഫ്ഐക്കാർ മാത്രമല്ല സ്പോർട്സിനെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ അതിനോടൊപ്പം ഉണ്ട്. അങ്ങനെ വലിയ ഒരു റാലി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ അതൊരു പക്ഷേ ആഭ്യന്തരമന്ത്രി അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പോലീസുകാർ ഹരിപ്പാട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആഭ്യന്തരമന്ത്രി അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നതോടെ പ്രശ്നമല്ല ഷാജി. ഒരു സർക്കാരിന് കീഴിൽ ഒരു പോലീസ് പ്രവർത്തിക്കുമ്പോൾ ആ പോലീസ് നടപ്പാക്കുന്നത് ആ സർക്കാരിന്റെ നയമാണല്ലോ. അതുകൊണ്ട് ഇത് ആഭ്യന്തരമന്ത്രി നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടാണോ എന്നൊന്നും നമ്മുടെ പ്രശ്നമല്ല. ആ പോലീസ് സംവിധാനം ചെയ്യുന്നത് ആ സർക്കാരിന്റെ നയമാണ്. അത് മാത്രമാണ് ഇവിടെ വിഷയം. എന്താണ് ഫുട്ബോളിനോട് ഹരിപ്പാട്ടെ പോലീസിന് ഇത്ര അലർജി? തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ച പോലെ തന്നെ കാര്യം, പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്കറിയാം, മഫ്തിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു. അദ്ദേഹം അവിടുത്തെ സർക്കിളാണെന്ന് പറയുന്നു. അദ്ദേഹം ഈ ജാഥ അങ്ങ് തടയുകയാണ്. കാര്യം, സാധാരണ യാതൊരു ബുദ്ധിമുട്ടും ആർക്കും ഒരു ദോഷവുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടനങ്ങളോ ജാഥകളോ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അതിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പോലീസിന് ഒരു പക്ഷേ അതിനെ തടയാം. പക്ഷേ ഇത്തരത്തിൽ കായികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്ന വേൾഡ് കപ്പ് പോലെയുള്ള വലിയ ഒരു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കളിക്ക് ആവേശം പകരുന്നതിന് വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐ നടത്തുന്ന ഒരു റാലി, അത് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഫുട്ബോളും ജേഴ്സിയും ഒക്കെ ഇട്ട് വളരെ മനോഹരമായ രീതിയിൽ നടത്തുന്ന ഒരു റാലി, ആ റാലിക്ക് തടയണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം അതിൻ്റെ പിന്നിൽ? കാര്യം, ഡിവൈഎഫ്ഐ അതിന് നേതൃത്വം നൽകി എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ്. അതല്ല മറ്റ് ഏതെങ്കിലും ക്ലബ്ബുകളോ മറ്റുമാണ് ഇങ്ങനെ നടത്തുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അത് പൊതുവെ എല്ലാ ജില്ലയുടെ എല്ലാ മേഖലകളിലും ഉണ്ടായിരുന്നു. എന്തായാലും ഡിവൈഎഫ്ഐക്കാരും അതോടൊപ്പം തന്നെ സ്പോർട്സ് സ്നേഹികളും അതിനൊന്നും വിട്ടുകൊടുത്തില്ല. അവരും പോലീസുമായിട്ട് കുറച്ചു നേരം തർക്കിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതിനുശേഷം അത് പൂർണ്ണമായിട്ടും പോലീസ് തടയുകയായിരുന്നു. കാര്യം, പോലീസ് എന്തുകൊണ്ട് തടഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് പോലീസിന് കൃത്യമായിട്ടുള്ള മറുപടിയില്ല. ഹരിപ്പാട്ടെ പോലീസാണ്, ഹരിപ്പാട് CI ആണ് ചെയ്തത്. എന്തായാലും വളരെ ഇപ്പോഴത്തെ ഈ വേൾഡ് കപ്പ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു തെറ്റാണ്. കാര്യം, ഈ കലയും കായിക മേഖലയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഈ റാലി സംഘടിപ്പിച്ച ഡിവൈഎഫ്ഐ ആണ് എന്നതാണ് ഹരിപ്പാട്ടെ പോലീസിന്റെ ഈ അലർജിയുടെ യഥാർത്ഥ പ്രശ്നമാണ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കും മറ്റൊരു കലയുമില്ല, ഒരു കായികവുമില്ല. അതാണ് അതിന്റെ വസ്തു. ആ രാഷ്ട്രീയമാണ് നമ്മളിവിടെ കണ്ടത്. തീർച്ചയായിട്ടും മനു, അത് തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. കാര്യം, ഈ വേൾഡ് കപ്പ് ലോകം മുഴുവൻ ആഘോഷിക്കുമ്പോൾ ഇവിടെ മാത്രം എന്താണ് എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഷാജി, അതിന് ഡിവൈഎഫ്ഐയുടെ മറുപടി എന്താണ്? അവർ ഇനി ഈ റാലി ഇന്ന് വീണ്ടും നടത്തുമോ, അതോ അവരെന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ട് ഇനി മുൻപോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാര്യം, ഇങ്ങനെ കലയും അതുപോലെ തന്നെ കായിക മേഖലയും ഒക്കെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയുമായിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി മുന്നോട്ട് പോയാൽ പരസ്യമായിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഹരിപ്പാട് വഴിയിൽ തടയുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഡിവൈഎഫ്ഐ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ളൊരു പ്രക്ഷോഭം കൂടി നമുക്കിനി ഇപ്പോൾ ഹരിപ്പാട് മണ്ഡലത്തിൽ കാണേണ്ടി വരും. അതിന് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അതിന് വഴിവെക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ടത്. ശരി ഷാജി, ഓക്കെ, താങ്ക് യു. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ലോക ഫുട്ബോളിന്റെ ഭാഗമായിട്ട് ഒരു റാലി നടത്തുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ. അത് കേരള പോലീസ് തടയുകയാണ് ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ശക്തമായ നിലപാടിലേക്ക് ഡിവൈഎഫ്ഐ പോകുന്നു. ഇതാണ് പരിപാടിയെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ വഴിയിൽ തടയുമെന്നാണ് അവർ പറയുന്നത് ഡിവൈഎഫ്ഐ ആണ്. അതുകൊണ്ട് അവർ അത് ചെയ്യുകയും ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വെറുതെ അനാവശ്യമായ പ്രക്ഷോഭങ്ങൾക്ക് വഴിമരുന്ന് ഇട്ട് കൊടുക്കുകയാണ് സംസ്ഥാനത്തെ പോലീസ് ചെയ്യുന്നത് എന്നതാണ് ഹരിപ്പാട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ലോകകപ്പല്ലേ, ഒരു റാലി നടത്തിയാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്തെങ്കിലും ക്രമസമാധാന വിഷയമുണ്ടെങ്കിൽ ഇടപെടാം. ഇതങ്ങനെയൊന്നുമല്ലോ. എല്ലാ രാജ്യങ്ങളുടെയും ജേഴ്സി അണിഞ്ഞുകൊണ്ട് ആരാധകർ ആവേശത്തോടെ ഒരു റാലിയിൽ പങ്കാളികളാകുന്നു. അതിനെന്താണ് ഇത്ര കുഴപ്പമെന്താണ്? എന്താണ് ഇത്ര അലർജി എന്നേ ഡിവൈഎഫ്ഐക്കാർ ഒരു റാലി സംഘടിപ്പിക്കുമ്പോൾ? ഏതായാലും ആ ചോദ്യം ഡിവൈഎഫ്ഐക്കാർ ചോദിക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രിയോട്. വരും ദിവസങ്ങളിൽ നമുക്ക് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം.